പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് കരുത്തുകൂട്ടാൻ അത്യാധുനിക ഡ്രോണെത്തുന്നു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വിഭാഗത്തിൽ വരുന്ന ഡ്രോണായ ആർച്ചറാണ് ഇനി ആകാശത്ത് കാവലാകുക. ശത്രുതാവളങ്ങൾ ആക്രമിക്കാനും രഹസ്യനിരീക്ഷണം നടത്താനും ആക്രമണ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഉപയോഗിക്കാവുന്ന ഡ്രോണാണിത്. നിലവിൽ ഇസ്രയേലി സാങ്കേതികവിദ്യയാണ് യുഎവികളുടെ കാര്യത്തിൽ ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇസ്രയേലിൽ നിന്നും ഹെറോൺ സെർച്ചർ ഡ്രോണുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നു. തപസ്സിന്റെയും ആർച്ചറിന്റെയും വരവ് യുഎവികളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ നേട്ടമാവും. നേരത്തെ റസം 2 എന്ന് വിളിച്ചിരുന്ന പദ്ധതിയാണ് പിന്നീട് ആർച്ചറായി മാറിയത്. 1.8 ടൺ ഭാരമുള്ള ആർച്ചറിന് 400 കിലോയോളം പേലോഡുകൾ വഹിക്കാനാകും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് വേധ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ആർച്ചറിനെ വികസിപ്പിക്കുന്നത്. 30,000 അടി ഉയരത്തിൽ 24 മണിക്കൂറോളം തുടർച്ചയായി പറക്കാൻ സാധിക്കുന്ന ഡ്രോണാകും ആർച്ചർ. ആർച്ചറിനെ 250 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഭൂമിയിലിരുന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. 1000 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ പറന്നു ചെല്ലാൻ ആർച്ചറിന് സാധിക്കും. സ്വയം നിയന്ത്രിക്കാനും എതിരെ വരുന്ന വിമാനങ്ങളും ഡ്രോണുകളും ശത്രുവാണോ എന്ന് തിരിച്ചറിയാനും ഇതിന് കഴിയും. എയർഫ്രെയിമിന്റെ കരുത്തും പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ഒക്കെ നേരത്തെ സൈന്യം ട്രയലുകളിൽ പരീക്ഷിച്ചിരുന്നു. ഹൈസ്പീഡ് ടാക്സി ട്രയലുകളിലും ലോ സ്പീഡ് ടാക്സി ട്രയലുകളിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ആദ്യ പരീക്ഷണ പറക്കലിനൊരുങ്ങുകയാണ് ആർച്ചർ. ആർച്ചറിന്റെ 2 വകഭേദങ്ങളാണ് പരീക്ഷിക്കാനൊരുങ്ങുന്നത്. ആർച്ചർ നെക്സ്റ്റ് ജനറേഷനും ആർച്ചർ ഷോർട്ട് റേഞ്ച് ഡ്രോണും. രണ്ടിന്റെയും ഉദ്ദേശലക്ഷ്യങ്ങൾ ഒന്നാണെങ്കിലും ദൂരപരിധിയിൽ വ്യത്യാസങ്ങളുണ്ട്. ആർച്ചർ ഷോർട്ട് റേഞ്ചിന് 22,000 അടി ഉയരത്തിൽ വരെ മാത്രമേ പറന്നുയരാനാകൂ. 12 മണിക്കൂറാണ് ഇതിന്റെ എൻഡ്യൂറൻസ്. അതായത് അത്രയും സമയം മാത്രമേ ഇതിനെ തുടർച്ചയായി ഉപയോഗിക്കാനാകൂ. ആർച്ചർ നെക്സ്റ്റ് ജനറേഷനെ 30,000 അടി ഉയരത്തിൽ പറത്തി 18 മുതൽ 24 മണിക്കൂർ വരെ തുടർച്ചയായി ഉപയോഗിക്കാനാകുമെന്നതാണ് വലിയ പ്രത്യേകത.